Hello friends, welcome back to my YouTube channel Anu's Crazy Talks. ഇന്ന് സെപ്റ്റംബർ 5th ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി രാവിലെ തന്നെ അമ്പലത്തിൽ പോവാണ്. എന്താ ഏതാണെന്നൊക്കെ ഞാൻ പോകുമ്പോൾ പറയാം. ഇപ്പോൾ ലേറ്റായിട്ട് അച്ഛൻ അവിടെ കാത്തുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്. കമോൺ. രാവിലെ ഒരു 6:45 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുണ്ട്, മൂത്തമ്മയുണ്ട്, ഫ്രണ്ടിൽ മുത്തപ്പനും അച്ഛനും ഉണ്ട്. ബാക്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ മൂത്തേട്ടനാണ്. അതും എൻ്റെ മുത്തപ്പൻ തന്നെയാണ്. മുത്തപ്പൻ ഇളയപ്പൻ്റെ വണ്ടിയിൽ വരാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് ആകെ ഒരു 10 to 15 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ്സ് ദൂരമേ ഉള്ളൂ ഈ ഒരു അമ്പലത്തിലേക്ക്. ബൈ ദ വേ, ഞാൻ എവിടേക്കാ വന്നതെന്ന് പറയാൻ വിട്ടുപോയി. ഞങ്ങൾ വന്നത് തൃക്കണ്ണാട് അമ്പലത്തിലാണ്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന അമ്പലമാണ് തൃക്കണ്ണാട് അമ്പലം. ബലിതർപ്പണം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്ക ആൾക്കാരും വരുന്ന ഒരു അമ്പലം കൂടിയാണ് തൃക്കണ്ണാട് അമ്പലം. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ അമ്പലം നല്ല വലിയൊരു താമര ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഏട്ടന്മാരും ചേച്ചിമാരും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും മൊത്തം അമ്പലത്തിലേക്ക് പോകാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ചെങ്കിൽ ഇന്ന് എൻ്റെ അച്ഛമ്മ നമ്മളെല്ലാവരും വിട്ട് പോയിട്ട് 1 വർഷം തികഞ്ഞു. അപ്പോൾ സെപ്റ്റംബർ 5-നായിരുന്നു അച്ഛമ്മ മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛമ്മ മരിച്ചതിൻ്റെ ആ ഒരു ദിവസം നമ്മൾ അച്ഛമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പൂജ നടത്താനും അതുപോലെ തന്നെ നെയ്വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് തൃക്കണ്ണാട് അമ്പലത്തിൽ വന്നത്. അപ്പൊ ഇത് 3 എൻ്റെ മൂത്തമ്മമാരാണ്, അച്ഛൻ്റെ ചേച്ചിമാരാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മകൻ, അതായത് എൻ്റെ കസിൻ ആണ് ഈ ഫ്രണ്ടിൽ ഉള്ളത്. എല്ലാവരും ഓരോ നെയ്വിളക്ക് വെച്ച് കത്തിച്ച് പ്രാർത്ഥിച്ച് അവിടെ വെക്കുന്നുണ്ടായിരുന്നു. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഈ ഒരു അമ്പലത്തിൽ എല്ലാ വർഷവും 2 വലിയ ഉത്സവം നടക്കാറുണ്ട്. ഒന്ന് ആറാട്ട്, ഒന്ന് ഭരണി മഹോത്സവം. അപ്പോൾ ഈ 2 സമയത്ത് നമ്മൾ എല്ലാവരും വരാറുണ്ട്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രദക്ഷിണൊക്കെ വെച്ചതിന് ശേഷം അമ്പലത്തിന്റെ അകത്ത് കുറച്ചു നേരം ഇരുന്നു. അപ്പോൾ ഏതൊരു അമ്പലത്തിൽ പോയാലും അവിടെ കുറച്ചു നേരം ഇരിക്കണം എന്നുള്ളത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ അമ്പലത്തിൻ്റെ അകത്ത് കുറച്ചു നേരം ഇരുന്ന് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ കടലുണ്ട്. അപ്പോൾ കടൽ വല്ലാണ്ട് അങ്ങ് കയറി ഫ്രണ്ടോട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി പേര് ഇവിടെ ബലിതർപ്പണം നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുള്ളി വീഡിയോ എടുത്തില്ല കടലിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ കടൽ വല്ലാണ്ട് അങ്ങ് കയറി ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കടൽ ഒത്തിരി പിറകോട്ടായിരുന്നു ഉണ്ടായത്. ഇപ്പം മഴയൊക്കെ ആയത് കാരണം നല്ല കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് അച്ഛൻ കാർ പാർക്ക് ചെയ്തെടുത്തുന്ന വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 8:30 ആവാറായിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ ഡേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമൊന്നുമല്ല. എന്നാൽ ആക്ച്വലി കഴിഞ്ഞ വർഷം ഈ ഒരു ദിവസം നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം നമ്മളുടെ അച്ഛമ്മ നമ്മളെ വിട്ടു പോയിട്ട് ഇന്നത്തേക്ക് 1 വർഷമായി. അപ്പോൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5th വൈകുന്നേരം ഒരു 6:30-7 മണി ആ ഒരു ടൈമിനുള്ളിലാണ് അച്ഛമ്മ മരിച്ചത്. നമ്മളുടെ ഒരു ഓർമ്മ വെച്ച നാൾ തൊട്ട് അച്ഛമ്മ നമ്മളുടെ കൂടെ നമ്മളുടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ക്ലോസ് ആണ് അച്ഛമ്മയായിട്ട് തന്നെ. അപ്പോൾ അച്ഛമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊന്നത് ഓഫ് കോഴ്സ് എല്ലാവരെ പോലെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അച്ഛമ്മ നല്ല ഏജായിട്ട് തന്നെയാണ് മരിച്ചത്. അച്ഛമ്മ മരിക്കുമ്പോൾ അച്ഛമ്മക്ക് 99 years ആയിരുന്നു. ഒരു 8 more months കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മക്ക് 100 ആവുമായിരുന്നു. അപ്പോൾ ടിൽ അച്ഛമ്മയുടെ 97 years വരെ അച്ഛമ്മ നല്ല പെർഫെക്റ്റ്ലി ഓക്കെ ആയിരുന്നു. അച്ഛമ്മ നടക്കി ഓടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് വയ്യായിക തുടങ്ങി. പക്ഷെ എന്നാലും അച്ഛമ്മ നല്ല ആക്റ്റീവൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ ഒരു കുറച്ച് മാസം കംപ്ലീറ്റ്ലി കിടത്തത്തിൽ തന്നെ ആയി. അത്രയുള്ള അറ്റ്ലീസ്റ്റ് ഇരിക്കാനൊക്കെ പറ്റുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛമ്മ മരിക്കുന്ന കുറച്ച് മാസങ്ങളായിട്ട് അച്ഛമ്മക്ക് തീരെ വയ്യായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് മൊത്തം കിടത്തത്തിൽ തന്നെ ആയിരുന്നു.
അപ്പോൾ അച്ഛമ്മക്ക് വാഷ്റൂമിൽ പോകണമെങ്കിലും അതുപോലെ തന്നെ കുളിപ്പിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങൾ അച്ഛമ്മനെ എടുത്തുകൊണ്ട് അവിടെ ഇരുത്തുന്നൊക്കെ ഉണ്ടായത്. ഇരുന്നെങ്കിലും അച്ഛമ്മക്ക് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് പിടിച്ചിരിക്കണം, അതല്ലെങ്കിൽ അച്ഛമ്മ ഇങ്ങനെ ബാക്കിലോട്ട് വീഴുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്തൊക്കെ അച്ഛമ്മൻ്റെ കണ്ടീഷൻ നല്ലോണം മോശമായിരുന്നു, ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിരുന്നു. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു ഒരാഴ്ച ഉണ്ടായത്. പിന്നെ പെട്ടെന്ന് സെപ്റ്റംബർ 4 വരെ അച്ഛമ്മൻ്റെ കണ്ടീഷൻ നല്ലോണം മോശമായി, ഇവിടെ എല്ലാവരും വന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 4 ഞാൻ രാത്രി അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്താറില്ല, എനിക്ക് അച്ഛമ്മനെ ഇപ്പം കാണാം, ഞാൻ നാളെ ക്ലാസ് കട്ട് ചെയ്ത് വന്നോട്ടെ, അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ലെങ്കിൽ പെട്ടെന്ന് അകത്തുനിന്ന് അച്ഛമ്മനെ ഇപ്പം കാണണം എന്ന് പോയില്ലെങ്കിൽ പിന്നെ കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 4 ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ട, ഇനിയിപ്പോൾ ചിലപ്പോൾ കുറേ ലീവ് എടുക്കേണ്ടി വന്നാലോ എന്നൊക്കെ പറഞ്ഞത്. അടുത്ത ദിവസം വൈകുന്നേരം നമുക്ക് സെം ബ്രേക്ക് കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു ആക്ച്വലി. അപ്പോൾ ശ്വേത ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ ഹോസ്റ്റലിൽ സ്റ്റെയർസിൽ ഇരുന്നിട്ട് ശ്വേതനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ നടന്ന സംഭവമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കണ്ടു. നമുക്ക് നമ്മളുടെ കസിൻസ്, അച്ഛൻ്റെ കുടുംബത്തിലെ എല്ലാ കസിൻസായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്, കൂൾ കസിൻസ് എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ പെട്ടെന്ന് എന്താ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കില്ല, ഞാനിങ്ങനെ വെച്ച് വിടുമായിരുന്നു. അപ്പോൾ ഇയർഫോൺ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് കൂൾ കസിൻസിൽ എന്തോ ഒരു ഫോട്ടോ എൻ്റെ കസിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോക്ക് ഒരു റോസിൻ്റെ ചിഹ്നം ഇട്ടിട്ടുണ്ട്. അച്ഛമ്മയുടെ കണ്ടീഷൻ ഓൾറെഡി വേഴ്സ്റ്റാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നു. ഇന്നോ നാളെയോ തന്നെയായിരുന്നു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അത്രക്ക് ഒരു വേഴ്സ്റ്റ് കണ്ടീഷനായിരുന്നു, സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനായിരുന്നു. അപ്പോൾ പിന്നെ ഈ നമ്മളുടെ ഗ്രൂപ്പിൽ കൂൾ കസിൻസിൽ പെട്ടെന്ന് ഇങ്ങനെ റോസിൻ്റെ ചിഹ്നം അതെൻ്റെ വീട്ടിൻ്റെ താഴെയും എൻ്റെ കസിനായിട്ടുള്ള ചേച്ചിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. എനിക്ക് ഓൾമോസ്റ്റ് ഒരു ധാരണ വന്നു അച്ഛമ്മ ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ശ്വേതയോട് പറഞ്ഞു ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അവളോട് ഒന്നും പറയാമെന്നില്ല, ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് ഒറ്റ കട്ടാക്കിയിട്ട് ഞാൻ സ്റ്റെയർസിൽ തന്നെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് കണ്ടു അച്ഛമ്മേരെ ഫോട്ടോ, അവിടെ റോസും ഉണ്ട്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ഡൈജസ്റ്റ് ആക്കാൻ തീരെ പറ്റില്ല. നമുക്കറിയാം, ഓഫ്കോഴ്സ് നമുക്കറിയാം അച്ഛമ്മ അത്ര സർവൈവ് ചെയ്യില്ല നമുക്കറിയാമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് തീരെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ മെസ്സേജ് കണ്ടിട്ട് ഞാൻ ഒരു നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ ചേച്ചിനെ വിളിച്ചു, ചേച്ചി എടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് ചേച്ചിയും എൻ്റെ കസിൻ ബ്രദറും കൂടി എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവരെത്തും വരെ ഞാൻ അറിയേണ്ടെന്ന് ചോദിച്ചിട്ടായിരുന്നു ആരും ഗ്രൂപ്പിൽ ഇടാതിരുന്നത്. പക്ഷെ ഇവർക്കത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനാണെങ്കിൽ ഇങ്ങനെ ഞാൻ ആ മെസ്സേജ് കണ്ടത് ഞാൻ ആകെ ഷോക്കായിപ്പോയി. 2 മിനിറ്റ് അങ്ങനെ നിന്നു. പിന്നെ ഞാൻ ചേച്ചിനെ വിളിക്കാൻ നോക്കി, ചേച്ചി എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛമ്മ മരിച്ചു എന്ന്. അങ്ങനെ എനിക്കറിയില്ല, എനിക്ക് പൊട്ടിക്കരച്ചില്ല. എനിക്ക് ചെറിയ സങ്കടം വന്നാൽ അങ്ങനെ സഹിക്കാൻ പറ്റുന്നതാണ്. ഞാൻ വേഗം ഇങ്ങനെ നല്ലോണം കരയും. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. ഈ കാര്യങ്ങളൊക്കെ തീരെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് മാത്രമല്ല എനിക്ക് തീരെ സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തായി, ഞാൻ വേഗം ഞാൻ റൂമിലേക്ക് ഓടി എൻ്റെ ബെഡിൽ വീണതും ഭയങ്കര കരച്ചിലായി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. എനിക്ക് ഇവിടുന്ന് ഹോസ്റ്റലിൽ പോകണമെങ്കിൽ പെർമിഷനും ഇല്ല. എൻ്റെ ഏച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഏച്ചിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായിന്ന്. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നേരെ സംസാരിച്ചൊന്നുമില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് സംസാരിച്ചത്. എൻ്റെ ഫ്രണ്ട്സാണ് സാറിനെ വിളിച്ച് പറഞ്ഞതൊക്കെ. എനിക്കിങ്ങനെ ആരോടും മിണ്ടാനുള്ള ഒരു ഇതേ ഉണ്ടായിട്ട് എനിക്ക് ആകെ ഇതായിരുന്നു. എനിക്കറിയാം, എനിക്കെന്തോ എനിക്കറിയാം ഇനി വീട്ടിലും അച്ഛമ്മ ഉണ്ടാവില്ല. ഇന്നലെ ആണെങ്കിൽ എനിക്ക് അച്ഛമ്മനെ കാണണം എന്നിങ്ങനെ മനസ്സിൽ എന്തോ വല്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണാനും പറ്റിയില്ല. അടുത്ത ദിവസം നമ്മളേക്ക് അച്ഛമ്മ മരിച്ചു ചെയ്തു. അപ്പോൾ ഞാൻ വീക്കെൻഡ് ആയെങ്കിൽ ഇപ്പോൾ ഒരു അച്ഛമ്മനെ കാണാമല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ ആ വീക്കെൻഡ് അവൾ അച്ഛമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ഒരു 8:30, 9 o'clock ആകുമ്പോൾ ഏച്ചിയും എൻ്റെ കസിൻ ബ്രദറും ഹോസ്റ്റലിലേക്ക് എത്തി. സാറിനെ വിളിച്ചു പറഞ്ഞു. സാറ് വാർഡനൊക്കെ വിളിച്ചിട്ട് അങ്ങനെ എന്നെ പിക്ക് ചെയ്തു. വണ്ടിയിലെത്തിയപ്പോൾ എനിക്ക് ആകെ എന്തോ ഞാൻ കൺട്രോൾ ചെയ്തിരുന്നു. പക്ഷെ വീട്ടിലിറങ്ങിയതും അച്ഛൻ എൻ്റെ അടുത്ത് വന്നു. അപ്പം അച്ഛനെ കാണുമ്പോൾ എനിക്ക് ഞാൻ അത്രയും നേരം കൺട്രോൾ ചെയ്ത് എൻ്റെ ടീയേഴ്സൊക്കെ ഒന്നാകുക ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര ഇമോഷണലായിരുന്നു. പിന്നെ അച്ഛമ്മേരെ അകത്ത് വരുമ്പോഴേക്ക് അച്ഛമ്മേരെ ബോഡി അവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സെപ്റ്റംബർ 16 ഒരു രാവിലെ ഒരു 8 or 10 അങ്ങനെ ഒരു ടൈമിലായിരുന്നു നമ്മൾ ആക്ച്വലി ബറി ചെയ്തത്. അപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് അച്ഛമ്മേരെ മുഖം നോക്കാൻ എനിക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മേരെ മടിയിൽ വീണിട്ട് കരയാൻ തുടങ്ങി. പിന്നെ രാവിലെ അച്ഛമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടൊന്നുമില്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആകെ പിന്നെ ആൾക്കാരായി ബഹളായി അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു.
അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അച്ഛമ്മ മരിക്കുമ്പോൾ അച്ഛമ്മക്ക് തീരെ വയസ്സുണ്ടായിരുന്നില്ല. അച്ഛമ്മക്ക് വയസ്സായിട്ട് നല്ല ഇതുവരെ അച്ഛമ്മക്ക് പിറ്റിങ് എഡിമ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര വലിയൊരു വൂണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അത് എത്ര ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ആ ഒരു വൂണ്ട് വലുതാവുന്നല്ലാണ്ട് ചെറുതാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛമ്മ ലാസ്റ്റ് 1-2 മാസമായിട്ട് നല്ലോണം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വേദന അനുഭവിച്ചിട്ട് ഇനിയും വേദനിപ്പിക്കാണ്ട് കൊണ്ടുപോയതിൽ സന്തോഷമുണ്ട്. കാരണം കുറേ നരകിപ്പിക്കാണ്ട് കൊണ്ടുപോയത്. പക്ഷേ എന്നാലും അച്ഛമ്മ കുറേ അനുഭവിച്ചിട്ടുണ്ട്. കുറേ വേദന, എന്താ പറയുക, നമ്മളിവിടെ കാസർഗോഡൊക്കെ പറയുന്ന വേദന തിന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഒത്തിരി വേദന സഹിച്ചിട്ടുണ്ട് അച്ഛമ്മ. അപ്പോൾ ആ ഒരു വേദന ഇനിയും സഹിക്കാണ്ട് കൊണ്ടുപോയാൽ നല്ല തന്നെയായിരുന്നു. പക്ഷേ എന്നാലും അച്ഛമ്മ നമ്മളൊന്നും ചില്ലാന്ന് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് അച്ഛമ്മ വെച്ച് 1 വർഷമായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി പൂജയൊക്കെ ചെയ്ത് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.